ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആധുനിക ഇന്ത്യയുടെ വികസനത്തിന്റെ കാഴ്ചപ്പാടാണ് കർത്തവ്യ ഭവൻ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ 2024 ലോക്സഭ പാസാക്കി. ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കേരളത്തിൽ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് മന്ത്രിസഭയുടെ അനുമതി. പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 2025 മത്സരങ്ങൾ നാളത്തേക്ക് മാറ്റി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ 11ാമത് ദേശീയ കൈത്തറി ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യും. ടെക്സ്റ്റൈൽസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാജ്യത്തുടനീളമുള്ള 650ഓളം നെയ്ത്തുകാരും വിദേശ ഉപഭോക്താക്കളും ഉൾപ്പെടെ പങ്കെടുക്കും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്, സഹമന്ത്രി പവിത്ര മാർഗരീറ്റ തുടങ്ങിയവർ സന്നിഹിതരായിരിക്കും. കൈത്തറി പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. 21ാം നൂറ്റാണ്ടിലെ ആധുനിക ഇന്ത്യയുടെ വികസന കാഴ്ചപ്പാടാണ് കർത്തവ്യ ഭവനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർത്തവ്യ ഭവൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സർക്കാർ സേവനങ്ങൾ സുഗമമായി ജനങ്ങളിലെത്തിക്കാനും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 21वीं सदी के भारत को 21वीं सदी की आधुनिक व्यवस्थाएं चाहिए, इमारतें भी चाहिए. ऐसी इमारतें जो टेक्नोलॉजी, सुरक्षा और सुविधा के लिहाज से बेहतरीन हो, जहां कर्मचारी सहज हो, फैसले तेज हो और सेवाएं सुगम हो. വർഷങ്ങളോളം വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഓഫീസുകൾ കർത്തവ്യ ഭവനിലേക്ക് മാറ്റിയതിലൂടെ ഈ ഇനത്തിൽ കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ ന്യൂഡൽഹിയിലെ കർത്തവ്യ ഭവന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ സമ്മേളിച്ചപ്പോൾ ഉത്തരാഖണ്ഡിലെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ലോക്സഭയിൽ ഭരണപക്ഷ അംഗങ്ങൾ പരാമർശിച്ചു. ഹിരോഷിമ അണുബോംബ് സ്ഫോടനത്തിന്റെ 80ാം വാർഷികമായ ഇന്ന് സഭ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിയുമായി നടുത്തളത്തിലിറങ്ങി. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലായതിനാൽ സഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബഹളം രൂക്ഷമായതോടെ പ്രിസൈഡിംഗ് ഓഫീസർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി അറിയിച്ചു. രാജ്യസഭയിലും സമാന സാഹചര്യമായിരുന്നു. അതിനിടെ രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന മണിപ്പൂരിന്റെ 2025-26 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷ എംപിമാർ ഇന്ന് പാർലമെന്റ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. SIR നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ആഗ്രഹിക്കുന്നുവെന്ന് രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പേർ പുറത്തായി എന്ന ആരോപണങ്ങളിൽ ശനിയാഴ്ചയ്ക്കകം മറുപടി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ 2024 ലോക്സഭ ഇന്ന് പാസാക്കി. 1958 മർച്ചന്റ് ഷിപ്പിംഗ് ആക്ടിന് പകരമാണ് പുതിയ ബിൽ. ഇന്ത്യ ഉൾപ്പെടുന്ന സമുദ്ര ഉടമ്പടികളും അന്താരാഷ്ട്ര നിയമങ്ങളും കൃത്യമായി പാലിക്കുന്നുവെന്ന് പുതിയ ബിൽ ഉറപ്പാക്കുന്നു. ദേശീയ താൽപര്യം നിറവേറ്റുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഇന്ത്യൻ ഷിപ്പിംഗ് മേഖലയെ വികസിപ്പിക്കുന്നതിനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ബിൽ 2025 പാർലമെന്റ് ഇന്ന് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകി. കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ബിൽ 1925 പകരമാണ് പുതിയ ബിൽ അവതരിപ്പിച്ചത്. ഒരു തുറമുഖത്ത് നിന്ന് ചരക്ക് നീക്കം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചുമതലകളും അവകാശങ്ങളും ഉൾപ്പെടെ ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉത്തരാഖണ്ഡിലെ ധരാലിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. ഉത്തരകാശിയിൽ ഖീർ ഗംഗാ നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിലകപ്പെട്ട 130 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി. ഗംഗോത്രിയിൽ 80ഓളം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ധരാലി സന്ദർശിച്ച മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരിതബാധിത കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്തു. रेस्क्यू अभियान चल रहा है, उसमें जो सबसे बड़ी बाधा आ रही है, सबसे बड़ी चुनौती है, मौसम भी एक बड़ी चुनौती है. सेना के लोगों के साथ मिलकर रेस्क्यू अभियान चलाया जा रहा है और कल जब घटना हुई उस घटना के बाद 190 लोगों वहां पर रेस्क्यू किया गया और वो सभी सुरक्षित हैं. जो हमारे गंगोत्री धाम में तीर्थयात्री हैं उनको भी नेलोंग घाटी की तरफ से निकालने की योजना बन रही है. जल्दी से उनको भी वहां से निकाला जाएगा. अभी सभी प्रबंध कर लिए गए हैं. ധരാലിയിലെ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറെയും 8 ജവാന്മാരെയും കാണാതായതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമായി 225ലേറെ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും പാതകൾ പുനഃസ്ഥാപിക്കുന്നതിനുമായി കോംബാറ്റ് എഞ്ചിനീയർമാരും ധരാലിയിൽ എത്തിയിട്ടുണ്ടെന്ന് സൈന്യം അറിയിച്ചു. അതേസമയം ധരാലിയിൽ കുടുങ്ങിയ 28-അംഗ മലയാളി സംഘത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ അടിസ്ഥാന പരിരക്ഷ 5 ലക്ഷം രൂപയായി ഉയർത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മെഡിസെപ്പ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിനാണ് അനുമതി നൽകിയിട്ടുള്ളത്. പോളിസിയുടെ കാലയളവ് 2 വർഷമായി കുറയ്ക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇന്ന് ആരംഭിക്കാനിരുന്ന ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 2025 മത്സരങ്ങൾ നാളത്തേക്ക് മാറ്റി. ഇന്നലെ രാത്രി ചെന്നൈയിലെ ഹയാത്ത് റീജൻസിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് മത്സരം മാറ്റിയത്. ഇന്ത്യയുടെ അർജുൻ എറിഗൈസിയും അമേരിക്കൻ താരം അവൻജർ ലിയാങ്ങും തമ്മിലുള്ള മത്സരമായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. തീപിടുത്തത്തെ തുടർന്ന് എല്ലാ കളിക്കാരെയും പരിശീലകരെയും ഉദ്യോഗസ്ഥരെയും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ഈ മാസം 15 വരെയാണ് മത്സരം. MS സ്വാമിനാഥൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വരെയാണ് സമ്മേളനം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥന്റെ സ്മരണയ്ക്കായി നാണയവും സ്റ്റാമ്പും ചടങ്ങിൽ പുറത്തിറക്കും. അശ്ലീല ഉള്ളടക്കം പ്രദർശിപ്പിച്ചതിന് 43 OTT പ്ലാറ്റ്ഫോമുകൾക്ക് വിലക്കേർപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. OTT പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഉള്ളടക്കങ്ങൾ പൊതുജനങ്ങളെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാനും തിരുത്താനുമുള്ള അവസരം നാളെ അവസാനിക്കും. പേര് ഉൾപ്പെടുത്താൻ ഇതുവരെ 10 ലക്ഷത്തിലേറെ പേർ അപേക്ഷ നൽകി. ഈ മാസം 30-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആധുനിക ഇന്ത്യയുടെ വികസനത്തിന്റെ കാഴ്ചപ്പാടാണ് കർത്തവ്യ ഭവൻ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മെർച്ചന്റ് ഷിപ്പിംഗ് ബിൽ 2024 ലോക്സഭ പാസാക്കി. ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കേരളത്തിൽ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് മന്ത്രിസഭയുടെ അനുമതി. പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 2025 മത്സരങ്ങൾ നാളത്തേക്ക് മാറ്റി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.